ஹே ஹலோ கைஸ் வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, ஸ்ரீ கிருஷ்ணபுரத்து நட்சத்திர திலகம் இந்த மூவியில் தான் வந்து பார்த்தீங்கன்னா ஒரு ஃபுல் காமெடி சீன் வந்து ரியாக்ட் பண்ண போகிறோம். இதில் வந்து பார்த்தீங்கன்னா நம்ம லெஜண்ட் வந்து ஜெகதீஷ் ஸ்ரீகுமார் சார், அனிஃபா சார், இன்னசென்ட் சார், ஜெகதீஷன் சார் எல்லாம் வந்து பார்த்தீங்கன்னா ஆக்ட் பண்ணியிருக்காங்க. இது வந்து தமிழ்ல ஏதோ ஒரு மூவி, இந்த மூவியை பார்த்து அதை பண்ணாங்களா இல்லை அதை பார்த்து இதை பண்ணாங்களான்னு சொல்லி தெரியல. ரீமேக் வந்து ஆசமாக வந்திருக்கு. இந்த சீன்ஸ் வந்து எப்படி இருக்குன்னு சொல்லிட்டு வீடியோக்குள்ளே போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். நம்ம காமெடி வீடியோஸை வந்து ரியாக்ட் பண்ணி ரொம்ப நாள் ஆச்சு. எப்படி இருக்கு என்னன்னு சொல்லிட்டு பார்ப்போம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம். கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். എന്താ ചിരിച്ചാ? അമ്മേ, അച്ഛന്റെ ഷർട്ടിൽ എന്തോ അടയാളം. അയ്യോ, ഷർട്ടിൽ എന്താ ഹൗസ് നോക്കട്ടെ. ഹൗസ് എന്നൂല ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയേ. പോകാ, ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല. പിന്നെന്താ ഇത്? പിടികിട്ടി നന്ദേട്ടാ, എന്താ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താണ് ചെരുപ്പ് യമുന റാണിക്ക് കൊണ്ട് കൊടുത്തോ? ആ, യമുന റാണി ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുന റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഏത് യമുന റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ? നോക്കിയേ. ശരിയാണല്ലോ, അന്ന് യമുന റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് അവൾ ഇട്ടിരുന്നത് അല്ലേ ആനന്ദം? അതെ ചേട്ടാ, ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷർട്ടി വന്നു? എങ്ങനെ വരാം? യമുന റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെ നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഞാൻ പോയിട്ടില്ല. ഹിന്ദി ട്യൂഷന് പോയില്ല. ഹിന്ദി ട്യൂഷനോ? യമുന റാണിക്ക് ട്യൂഷൻ എടുക്കുന്ന ആരും കരുതി. അത് ശരി. അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസ് എടുത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കുറെ കഴിഞ്ഞിരിക്കുന്നത്. എന്നായത് ഗുരുദക്ഷിണ തന്നെ ഇല്ല. നോണ, ട്യൂഷൻ പോയില്ല. ഇത് യമുന റാണിയുടെ ചുണ്ടല്ല, വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ്. യമുന റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അയ്യോ അയ്യോ ചീത്ത പറയുന്നത് എവിടേക്ക് പോകണ്ടെന്ന്. അയ്യോ, இவருக்கு ஏன் அந்த வேலை? വല്ലാതെ ചിരിക്കണ്ട, ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. അയ്യോ, കൊതുകേടി കൊള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി, പകരത്തിന് പകരം. ഓക്കെ ഓക്കെ. ഓ കൃഷ്ണേട്ടാ, ആദ്യമായിട്ട് കാണും പോലെ. ഗോപാ, എന്താ ചേട്ടാ? നമ്മൾ രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്. അവൻ അവളൊത്ത് സൂയിക്കണം. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട അവനിട്ട് പൂട്ടണ്ട. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം. അടുത്ത ഐഡിയ. അയ്യോ, ലോകം ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. ഇത് പാല്. പാലോ? ഇത് പതിവില്ലാത്താണല്ലോ. ഈയിടെയായിട്ട് വല്ലാത്ത ക്ഷീണം. പാലിസ് ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാന്ന് തന്നെ. കഷ്ടം തന്നെ ഗോവിന്ദൻ നന്ദേട്ടന്റെ കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയല്ലോ, സ്വന്തം ഭാര്യമാരെ മറന്ന നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ല സംശയം. ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ? അതൊക്കെ അവരുടെ കാര്യം. എന്റെ കൂട്ടിന് അവളുടെ വലയിലെങ്ങും വീണില്ലല്ലോ. എനിക്ക് അത് മതി. തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസപ്പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടനും ഗോപനും പടുവിട്ടികളാ. ഞാൻ റോസാപ്പൂവാ. എന്താ ഇത്ര സംശയം? അയ്യോ, കിളിക്കം. അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? കിളിക്കം. ചേട്ടൻ ചാടിക്കേ. ചാടാനോ? ഒന്ന് ചാടിക്കേ. എന്താണത്? ചാടാനല്ലേ പറഞ്ഞത്? ഞാനത് രാവിലെ ചുമ്മാ അങ്ങനെ കണ്ടെത്തിയ
അയ്യോ ഹായ് ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ ആണുങ്ങളുടെ വളയല്ല പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്കും അറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ, വളപ്പൊട്ടുകൾ. ഓ, വളപ്പൊട്ട്. ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടുത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുന റാണി. യമുന. എടാ ചന്ദ്രു, ഒന്നിങ്ങ് വന്നേ. ഓ മോനെ, ഇത് യമുന റാണിയുടെ കുപ്പിവളയല്ലേടാ? അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാ അവിടുന്ന്. യമുന റാണിയുടെ കുപ്പിവളങ്ങനെ എന്റെ പോക്കറ്റിൽ വരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുന റാണി, ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ, ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നത്. യമുന റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ട സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ. പക്ഷേ യമുന റാണിക്ക് വിലപ്പെട്ടത് സപ്പാനെ കൊണ്ടുവന്നിട്ടുണ്ട്. തടുത്ത് പറയാം, തെറിയലേ ചൊല്ലുങ്ങളേ എന്നാങ്കി പോക്കട്ടുമേ. അയ്യോ റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കോരി തിരിച്ചു. യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാരവിവശരായി അയ്യോ യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി ഓ അകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. കേട്ടി പോടാ അവിടുന്ന്. അയ്യോ ഓ അടാ ഇത് ഓ എന്നാ ഒരു ആനന്ദം. നന്നായി, ഉണക്കായി പോയി. അവർക്ക് അങ്ങനെ തന്നെ വരണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റിയിടാൻ വന്നവർക്ക് പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. എന്നാലും അവൾ എന്തിനാ ആത്മഹത്യ ചെയ്തത്? മനംനൊന്ത് ചെയ്തതായിരിക്കും. നമ്മുടെ ആമ്പ്രത്തന്മാരെ കിട്ടാത്തതിലുള്ള പ്രേമ നൈരാശ്യം. കണ്ണിൽ ചോര ഉണ്ടോടി നിനക്കൊക്കെ? ആ പാവ അവിടെ മരിക്കാൻ കിടക്കുമ്പോഴും നിന്നെ ഒന്നും പകയും സംശയവും അടങ്ങില്ല അല്ലേ? ഓ, കാമുകിയെ കുറിച്ച് പറഞ്ഞപ്പോ തേല് കടിച്ച കൊരങ്ങനെ പോലെ ആയില്ല. ഏട്ടാ, ഇതിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓണകറാ മൂലന്ന് കെട്ടിയെടുത്ത് പോയില്ലേ ഇവരും കേട്ട വർഗം. നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. പോവേ, ഈ പടി കടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാലും അത് കാണണമല്ലോ. ചേട്ടാ, ഇവളമാരിങ്ങനെ ചലിച്ചോണ്ടിരിക്കും. നമ്മൾ പോയില്ലെങ്കിൽ മര്യാദകളാ. ഫോണൊക്കെ കൊള്ളാം. തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ ജഡമായിരിക്കും കാണുക. അയ്യോ കൊന്നുപോയി കാണാതിരുന്ന നന്ദി കേട്. പോയാ ഈ പണ്ടാറങ്ങൾ തൂങ്ങിച്ചാവും. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാണ് നമ്മള്. ഗോപ കൃഷ്ണ, ഇനി എന്താ അതൊരു വഴി? 3 എണ്ണത്തിനെ തല്ലി ഗെല്ലക്കെത്ത കൊന്നിട്ട് വെക്കാം. ഇറങ്ങാം. Who is നന്ദകുമാർ, ഗോപകുമാരൻ, കൃഷ്ണകുമാർ? ഞങ്ങളൊക്കെയാണ് സാർ. അത് ശരി. അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ 3 വില്ലന്മാരെയും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. യു ആർ മൈ നോട്ടഡ് പേഴ്സൺ. നിങ്ങൾ യമുന റാണിയുമായിട്ടുള്ള ബന്ധം? കഴിഞ്ഞ 26 ദിവസമായി ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഓ, ഐ സി. നിങ്ങൾ? ഞങ്ങൾ ഇവരുടെ ഭാര്യമാരാ. വെരി ഗുഡ്. പറയൂ, നിങ്ങൾ യമുന റാണിയുമായിട്ടുള്ള ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല സാർ. അയ്യോ ഉണ്ട്. ഇവര് കള്ളത്തരം പറയാ. ഇവർക്ക് യമുന റാണിയുമായി ബന്ധമുണ്ട്. യമുന റാണി സൂചിസൈഡ് ചെയ്യാൻ കാരണം തന്നെ ഇവരാണ് സാർ. അയ്യോ യമുന റാണിയുടെ പേരും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സാർ. ഇപ്പഴും പറഞ്ഞു ഞങ്ങളെ കൊല്ലുമെന്ന്. ഒരു സ്വന്തം ബ്രദേഴ്സിനെ പോലെ പറയാണ് സാർ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കണം സാർ. മനസ്സിലാക്കിക്കാം. താങ്ക് യു. വെരി നൈസ് ലേഡീസ്. എന്റെ ആരാധനാപാത്രത്തെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിച്ചു. സ്വന്തം ഭാര്യമാരെ പീഡിപ്പിച്ചു. ചാൾസ് ശോഭരാജിനെ പോലും വെല്ലുന്ന 3 കൾപ്രിറ്റ്സ്. സാറേ, അത് ഒരക്ഷരം വേണ്ടി പോകരുത്. മനുഷ്യ ശരീരത്തിൽ 4444 ഞരമ്പുകളാണുള്ളത്. ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് 2222 ചുരുങ്ങും. 5 പാല് വരെ ഛർദ്ദിപ്പിക്കും. അയ്യോ അയ്യോ അവരെ കൊണ്ടുപോകരുത് സാർ. അവര് പാവങ്ങളാണ് സാർ. സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവരെ കുറ്റവാളികളാണെന്ന് സ്വന്തം ഭാര്യമാർ തന്നെ മൊഴി തന്ന സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലും ഇല്ല. നിങ്ങൾ 3 പേര് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. കൂടുതൽ മൊഴി തരാം. ഓക്കെ? ഞാൻ ഇവരുടെ അച്ഛനാണ് സാർ. ഇവര് നിരപരാധികളാണ് സാർ. പരമേശ്വരൻ പിള്ള സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഇവരെ കൊണ്ടുവരിക്കാൻ പറ്റില്ല സാർ. ഇനി യമുന റാണിയുടെ മൊഴി കിട്ടിയതിനു ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വെരി സോറി സാർ. ജഗദീഷ്. അയ്യോ അയ്യോ ഛർദ്ദിച്ചു പോയത്. ഒരു അല്പമെങ്കിലും പകുതിരിവ് വേണ്ട കുട്ടികളെ. ഭർത്താക്കന്മാർക്കെതിരായിട്ട് മൊഴി കൊടുത്തു. തന്റെ മോന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ജാമ്യമൊന്നുമില്ല. ഇത് 4 ഒറ്റ കേസാ. ശ്വാസം. അയ്യോ സാർ, ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു. എന്താ? ഞങ്ങൾ ഒന്നവരെ കണ്ടോട്ടെ. ആയിക്കോ, ബഹളം ഉണ്ടാക്കരുത്. എന്റെ 5 പിള്ളേരുടെ അച്ഛനെ ഈ ഗതി ദിവസോടെ എന്റെ പറക്കോട്ട് ഭഗവതി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാനിത് എങ്ങനെ സഹിക്കും?
ആ ഓമക്കത്ത് എഴുതുന്ന അമ്മാവനാ. എന്റെ പൊന്നു ചേട്ടനെ പോലീസുകാർ ഒരുപാട് അറ്റാച്ച് ചെയ്തോ? എല്ലാം ഞങ്ങളുടെ തെറ്റ. സ്വന്തം നില മറന്ന് ആഡംബരം പൊങ്ങച്ചും കാട്ടിയതിന് ശിക്ഷ ഇനിയൊന്നും ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നു. പക്ഷേ ഈ പോലീസുകാർക്ക് ഇനിയും അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. എള്ളോളം കളങ്കം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ നന്ദേട്ട കൃഷ്ണേട്ട? അതാ സത്യം. അതായിരിക്കും നമുക്ക് ഈ ശിക്ഷ കിട്ടിയത്. പാവം പാവം. അപ്പാവാ. അച്ഛാ, എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണം. കുട്ടികളെ കാണാൻ ധൃതിയായി. അച്ഛനാ അണ്ണന്. 5ഉം 6ഉം വയസ്സുള്ളപ്പോഴാ എന്റെ മക്കളെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. സാറേ, എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ക്ഷമിക്കണം സാർ, യമുന റാണിക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. അവരുടെ മൊഴി എടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. சூப்பர் 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 சூப்பரா இருந்துச்சு. இது தமிழ்ல வந்து விரலுக்கேத்த விக்கன்னு சொல்லிட்டு நினைக்கிறேன். வடிவேல் சாரு, லிவின்ஸ்டன் சாரு, விவேக் சார் 3 பேரும் வந்து இருப்பாங்க. அந்த இதோட அது ரீமிக்கா, அதோட இது ரீமிக்கான்னு என்னன்னு சொல்லி தெரியல. ஒருத்தர் மனைவி கூட சந்தோஷமா இருக்கிறது வந்து ஒருத்தருக்கு வந்து பிடிக்கல. ஒவ்வொரு ரீசனா சொல்லி எல்லாத்தையும் வந்து கழட்டி விட்டு மொட்டை மாடியில எல்லாத்தையும் வந்து படுக்க வச்சுட்டாங்க. அது நல்லா இருந்துச்சு. அதுக்கப்புறம் ஏதோ வந்து தப்பு யமுனா ராணி தான் உண்மையாலுமே வந்து ஏதோ ஆயிடுச்சுன்னு சொல்லிட்டு வந்து எல்லாமே வந்து போலீஸ் ஸ்டேஷனுக்கு இழுத்து போயிட்டு எல்லாத்தையும் மட்டும் தூக்கி போட்டு மிதிச்சிருக்காங்க. அதுக்கப்புறம் வந்து போய் எல்லாம் ஜாமீன்ல எடுத்தாங்க. அவங்க அச்சனை பார்த்தோன்னே வந்து அப்படியே வந்து ஜெகதீசன் சார் நடுங்குறாரு. சூப்பரா இருந்துச்சு. ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம அந்த வீடியோவை லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாம நீங்க பாத்தீங்கன்னா கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இதுபோல நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம்.